ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വേട്ട പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്നും മുക്തമാക്കാൻ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഈ ഒരു നല്ല ചിന്ത തീർച്ചയായും പ്രശംസനീയം തന്നെ. നമ്മുടെ സർക്കാരുകൾ, മാറിവരുന്ന സർക്കാരുകൾ ഇത്തരത്തിൽ നന്മകൾ ചെയ്യുന്നതിൽ മത്സരിക്കണം. വോട്ടുകൾ പിടിക്കുന്നതിലല്ല, മറിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ മത്സരിച്ചുകൊണ്ട് അത്തരത്തിൽ ഭരണം പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നാട് എത്രയോ നന്നാകും. കഴിഞ്ഞൊരു ദിവസം ഒരു പോലീസ് മേധാവിയുടെ ഒരു അഭ്യർത്ഥന കാണാൻ എനിക്കിടയായി. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുജനത്തോടാണ്. ലഹരി ഉപയോഗിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പോലീസിൽ വിവരമറിയിക്കണം എന്ന്. സത്യമാണ്, പൊതുജനമാകുന്ന നാം അതിന് നമ്മാൽ കഴിവുള്ള സഹായം, പ്രവർത്തനം ചെയ്താൽ മാത്രമേ ഈ ദുരവസ്ഥയിൽ നിന്നും, ഈ ലഹരിയുടെ അതിക്രമത്തിൽ നിന്നും, അതിപ്രസരത്തിൽ നിന്നും നമ്മുടെ നാടിനെ മുക്തമാക്കാൻ സാധിക്കും. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോലീസ് മേധാവി ആഹ്വാനം ചെയ്തതുപോലെ തന്നെ നാം തീർച്ചയായും അങ്ങനെയുള്ള വിവരങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് കടമയുണ്ട്. അതിന് അവർ തന്നിരിക്കുന്ന ഒരു 2 ഫോൺ നമ്പർ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 9497979794. മറ്റൊരു നമ്പർ 9995966666 എന്നതാണ്. ഈ നമ്പറുകൾ തീർച്ചയായും നാം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വയ്ക്കുകയും ഇതുപോലുള്ള പ്രവണതകൾ എവിടെയെങ്കിലും കണ്ടാൽ, ഇതിനെപ്പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിച്ചാൽ ഉടനെ ഈ നമ്പറുകളിൽ നാം വിവരമറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്നൊരു വ്യക്തിയുമായി കണ്ടുമുട്ടിയപ്പോൾ, പ്രായമുള്ള ഒരാളാണ്. അയാൾ എന്നോട് പറയുകയായിരുന്നു, അയാളുടെ വീടിനടുത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അവിടെ എല്ലാ ദിവസവും കുറേ ചെറുപ്പക്കാർ വന്ന് കഞ്ചാവടിച്ച് അവിടെ സമയം ചെലവഴിക്കുന്നത് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അതൊന്ന് പോലീസിൽ അറിയിച്ചാലെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത്, ആ ചെറുപ്പക്കാർക്ക് പിന്നെ തല്ല് കിട്ടും, ശിക്ഷകൾ കിട്ടുന്നത് ചിന്തിച്ചിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് എന്ന്. അത് സ്നേഹം കൊണ്ടാണോ? അല്ല. സ്നേഹമുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷണം കിട്ടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും. നാം കേട്ടിട്ടുണ്ടല്ലോ, സ്നേഹമുള്ള മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം നൽകും. ഓരോ വീടുകളിലും ആ വീട്ടിലുള്ളവർക്ക് തന്നെ വ്യക്തമായി അറിയാൻ പറ്റും ആരൊക്കെയാണ് എൻ്റെ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്നത് എന്ന്. അത് വ്യക്തമായി പോലീസിനെ വിവരമറിയിക്കുക. അവർ ശിക്ഷാ നടപടികൾ എടുക്കട്ടെ. അവർക്ക് അതിനുള്ള അവസരം, തിരുത്താനുള്ള അവസരം അതുവഴി ലഭിക്കും. അങ്ങനെ നമുക്ക് ഈ പ്രവണതയിൽ നിന്നും നമ്മുടെ നാടിനെ മുക്തമാക്കാം. എല്ലാവരുടെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.